അടുത്തത് നമ്മൾ പോകുന്നത് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ ഒരു പ്രസ്താവനയിലേക്കുള്ള യാത്രയാണ്. PTA-കൾ ലഹരിക്കെതിരെ വിജിലൻസ് സെല്ലായി പ്രവർത്തിക്കണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, സമകാലിക സാഹചര്യത്തിൽ സാമൂഹ്യ തിന്മകൾക്കെതിരെ ക്രൈസ്തവ സമുദായത്തിൻ്റെ സ്വരമായി, ക്രൈസ്തവ സമുദായത്തിൻ്റെ നിലനിൽപ്പിനായി പ്രവാചക ശബ്ദമായി അനേകം തവണ ശബ്ദിച്ചിട്ടുള്ള പിതാവാണ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ ബിഷപ്സ് ഹൗസിൽ നടന്ന PTA പ്രസിഡന്റുമാരുടെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു അഭിമന്യ പിതാവ് ഇപ്രകാരം ഒരു പ്രസ്താവന നടത്തിയത്. അതുപോലെ തന്നെ പാലാ രൂപതയിലെ ഈ PTA ഒരുമിച്ച് ലഹരിക്കെതിരെ ഒരുമിച്ചൊരു യജ്ഞം നടത്തുകയാണ്. പ്രത്യേകിച്ച് പാലാ രൂപതയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും PTA പ്രസിഡന്റുമാരെ നേതൃത്വം വഹിക്കുന്നത് തികച്ചും പ്രത്യാശ നൽകുന്ന ഒരു വാർത്തയാണ്. ലഹരി മാഫിയക്കെതിരെ ഒരുമിച്ച് സംഘടിതമായി രൂപത ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ്. വാർത്ത കാണാം. ലഹരി മാഫിയയ്ക്ക് ശക്തമായ താക്കീതുമായി PTA പ്രസിഡന്റുമാരുടെ സമ്മേളനം കരുതൽ 2024 പാലാ ബിഷപ്പ് ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. വിദ്യാലയ പരിസരങ്ങളിൽ നിന്നും ലഹരി മാഫിയെ തുരത്തണമെന്ന് പ്രസിഡന്റുമാരുടെ സമ്മേളനം ആവശ്യപ്പെട്ടു. അനധികൃത കടത്തും വിപണനവും തടയാൻ ഉത്തരവാദിത്തപ്പെട്ട എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുകയാണെന്നും ശക്തമായ നടപടി ആരംഭിക്കണമെന്നും സമ്മേളനം ഉന്നയിച്ചു. സ്കൂളിന്റെ ഒരു വലിയ സംരക്ഷണ സമിതി കൂടിയാണ് PTA എവിടെയൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഏറ്റവും മികച്ച നിലയിൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും കുട്ടികളുടെ കരുതലും കാവൽക്കാരുമായിരിക്കുന്നതിൽ PTA-ക്കും പ്രസിഡന്റുമാർക്കും മുഖ്യ പങ്കുണ്ടെന്നും സമ്മേളനത്തിൽ പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് വ്യക്തമാക്കി. PTA എവിടെയെല്ലാം ഉണർവോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. വിൻസ്റ്റൺ ചർച്ചിൽ, ഇംഗ്ലണ്ടിന്റെ UK-യുടെ പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ടേക്ക് ഡിസിഷൻ ലൈക്ക് എ ലയൺ ആൻഡ് എക്സിക്യൂട്ട് ദ ഡിസിഷൻസ് ലൈക്ക് എ പാസ്റ്റർ. പുലിയെ പോലെ തീരുമാനമെടുക്കണം, അജപാലകനെ പോലെ അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ ആർക്കാണോ നമ്മൾ നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ കൊടുക്കുന്നത് അവരെ കണ്ടും കേട്ടും അവരെ ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനസ്സോടും കൂടി വേണം നമുക്കത് കൊടുക്കാനായിട്ട്. പിന്നെ കുട്ടികള് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പറ്റം ആളുകളാണ്. നമ്മളത് മനസ്സിലാക്കും. അവരെ നമ്മൾ പാറയോട് പെരുമാറുന്നത് പോലെ, മരകഷ്ണങ്ങളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കും. അവർക്ക് താങ്ങാനുള്ള കരുത്തില്ല. കുഞ്ഞുങ്ങൾ വളരെ ലോല ഹൃദയത്തോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. മുതിർന്നവരും ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ കാട്ടിക്കൂട്ടുന്ന പരാജയങ്ങൾ നമ്മൾ എല്ലാ മേഖലയിൽപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹൃദയത്തിന്റെ ബലം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ ഒരു ഒത്തുതീർപ്പും പാടില്ല എന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ലഹരി വസ്തുക്കളുടെ വിപണനവും സ്വാധീനവും ഉപയോഗവും അനിയന്ത്രിതമാമിതം വിദ്യാലയ പരിസരങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പാലാ രൂപത മുൻകൈയെടുത്ത് PTA പ്രസിഡന്റുമാരുടെ അടിയന്തര സമ്മേളനം വിളിച്ചു ചേർത്തത്. സ്കൂൾ പരിസരങ്ങളിൽ PTA-യുടെയും രക്ഷകർത്താക്കളുടെയും സാന്നിധ്യം ഉണ്ടാകണം. സ്കൂൾ പരിസരത്ത് അനധികൃതമായി ചുറ്റിക്കറങ്ങുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും സ്കൂൾ പരിസരങ്ങളിൽ ലഹരിവിരുദ്ധ ബോർഡുകൾ സ്ഥാപിക്കാനും ഈ വിഷയത്തിൽ എല്ലാ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി PTA-കളും അടിയന്തര എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ചേർന്ന് രക്ഷകർത്താക്കളെ ലഹരിയുടെ ഗൗരവം ബോധ്യപ്പെടുത്തി കുട്ടികളുടെ കരുതലും കാവലുമായി PTA-കൾ മാറണമെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. പിടിക്കപ്പെടുന്ന ലഹരി കുറ്റവാളികളെ വിട്ടയക്കുന്ന അധികാരികളുടെ നടപടി ഇനി മുതൽ PTA-കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും എക്സൈസ്, പോലീസ്, ഫോറസ്റ്റ്, റവന്യൂ സംവിധാനങ്ങളുടെ നിരീക്ഷണം എല്ലാ സ്കൂളുകളുടെയും പരിസരങ്ങളിലുണ്ടെന്ന് ഉറപ്പുവരുത്താനും സമ്മേളനം തീരുമാനിച്ചു. വയനാട് ദുരന്തത്തിൽ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള പ്രവർത്തന പദ്ധതികളും പ്രമേയവും അവതരിപ്പിച്ചു. പാലാ രൂപത വികാരി ജനറൽ മോൺസന്നൂർ സെബാസ്റ്റ്യൻ വെയ്ത്താനത്ത് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. രൂപത എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ, ടെമ്പറൻസ് കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ, ഫാദർ തോമസ് പുതുപ്പറമ്പിൽ, ആന്റണി മാത്യു, ജോസ് കവീൽ എന്നിവർ പ്രസംഗിച്ചു. ഷെക്കനായ് ന്യൂസ്, കോട്ടയം.